ചന്ദ്രശേഖരന്റെ പത്രികാ സമർപ്പണവും ഇന്നാണ്. വലിയ റോഡ് ഷോയാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി പോകുന്ന ദൃശ്യങ്ങളിൽ അത് കാണാം. വി അരുൺ അവിടെ തുടരുന്നുണ്ട്. അരുൺ, എസ് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യമുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട BJP നേതാക്കളുമുണ്ട്. റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വലിയ ആവേശത്തോടെയാണ് എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. പേരൂർക്കട ജംഗ്ഷൻ ആരംഭിച്ച റോഡ് ഷോയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നു. BJPയുടെ പ്രധാന നേതാക്കൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. വലിയ ആവേശത്തോടെയാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. 11 മണിക്കാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് അല്പസമയത്തിനകം കുടപ്പനക്കുന്ന് കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. ഇപ്പോഴും റോഡ് ഷോയിൽ തന്നെയാണുള്ളത്. നിരവധി പ്രവർത്തകർ, നിരവധി നേതാക്കൾ, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണ BJP തിരുവനന്തപുരത്തെ മത്സരത്തെ കാണുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ നടത്തിയ പ്രസ്താവന കൂടി ഈ സമയത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. തിരുവനന്തപുരത്തെ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. കഴിഞ്ഞ തവണത്തെ പോലെ കാര്യങ്ങൾ സംഭവിക്കും. അതായത് ത്രികോണ മത്സരം എന്ന പേരിൽ മാത്രം പറയാം. യഥാർത്ഥ പോരാട്ടം UDFും BJPയുമായി ആണ് എന്ന നിലപാടാണ് ശശി തരൂറും സ്വീകരിച്ചത്. ശക്തമായ മത്സരം തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വരുമ്പോൾ ഉണ്ടാകാത്ത അത്ര ഒരു വലിയ ആത്മവിശ്വാസം നേതാക്കളിൽ, BJP പ്രവർത്തകരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വലിയ ആവേശത്തോടുകൂടിയാണ് ഈ റോഡ് ഷോയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം. ഏതാണ്ട് അരമണിക്കൂറേറെയായി റോഡ് ഷോ പേരൂർക്കടയിൽ നിന്ന് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോഴും കുടപ്പനക്കുന്നിന് കളക്ടറേറ്റ് മുൻവശത്ത് എത്തിച്ചേരാനായിട്ടില്ല. ആ രീതിയിലുള്ള ജനപങ്കാളിത്തമുണ്ട്, ആ പ്രവർത്തകരുടെ ആവേശമുണ്ട്. അതിശക്തമായ മത്സരം. ഇത്തവണ BJP ഏറ്റവും വലിയ പ്രതീക്ഷ, എല്ലാ തവണയും തിരുവനന്തപുരം പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമെന്ന് പറയുമ്പോഴും ഇത്തവണ BJP ദേശീയ നേതൃത്വം കൃത്യമായ ഇടപെടൽ നടത്തി വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത മണ്ഡലമാണ്. ഇത്തവണ ഒരു വിജയം ഇവിടെ BJP ഉറപ്പിക്കുന്നു. ആ രീതിയിലുള്ള ാണ് BJP പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയിലൂടെ ഒരുപക്ഷെ എല്ലാ കാലത്തും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂറിന്റെ ശക്തി കേന്ദ്രങ്ങളായ ചില മേഖലകളുണ്ട്, ചില ജനവിഭാഗങ്ങളുണ്ട്. അവിടേക്ക് കടന്നു കയറിയുള്ള പ്രചരണ രീതിയാണ് ആദ്യഘട്ടം മുതൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. അതിന്റെ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് BJP കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. ടെക്കികളും അതുപോലെ തന്നെ ഒരു സമൂഹത്തിന്റെ മേൽത്തട്ടിൽ നിൽക്കുന്നതുമായ ഒരു വിഭാഗം ജനങ്ങൾ എക്കാലത്തും തരൂറിനെ പിന്തുണ നൽകിയിരുന്നു. ആ പിന്തുണയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി അദ്ദേഹത്തെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നത്. അവിടെയാണ് അവരുടെ പ്രതീക്ഷയും. തീരമേഖലയിലും വലിയ ഇടപെടലുകളാണ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ നടത്തുന്നത്. തീരമേഖല കഴിഞ്ഞ തവണയൊക്കെ ശശി തരൂരിന് ഏറ്റവും അധികം വോട്ട് നേടിക്കൊടുത്ത മേഖലയാണ്. ശശി തരൂരിന്റെ കോൺഗ്രസിന്റെ ശക്തി ദുർഗമാണ് ആ പ്രദേശങ്ങൾ. ആ മേഖലയിലും കാര്യമായ പ്രചരണം, കൃത്യമായ പ്രചരണം, തന്ത്രപരമായ പ്രചരണം BJP നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷയോടെയാണ് BJPയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം പന്ന്യൻ രവീന്ദ്രനിലൂടെ ഇടതുമുന്നണിയും കഴിഞ്ഞ തവണയൊക്കെ പിന്തള്ളപ്പെട്ടു പോയ സ്ഥലത്ത് പന്ന്യൻ രവീന്ദ്രൻ എന്ന വളരെ പ്രധാനപ്പെട്ട നേതാവിനെ ഇറക്കിക്കൊണ്ട് ഇത്തവണ അട്ടിമറി വിജയം 2005 പന്ന്യൻ രവീന്ദ്രനിലൂടെ തന്നെ നേടിയെടുത്ത വിജയം ആവർത്തിക്കാവുന്ന പ്രതീക്ഷ ഇടതു കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ശക്തമായ ത്രികോണ പോരാട്ടമായി മാറുകയാണ് തലസ്ഥാനം. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമെന്ന തരത്തിൽ പ്രചരണത്തിലേക്ക് മുന്നേറുമ്പോൾ BJPയുടെ റോഡ് ഷോ, രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോ, എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾക്കൊപ്പം TP ശ്രീനിവാസ്, നമുക്കറിയാം ശശി തരൂർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി ആദ്യമെത്തുമ്പോൾ അന്ന് അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ച ആളുകളിൽ ഒരാളാണ് TP ശ്രീനിവാസൻ. ശശി തരൂരിന്റെ തലസ്ഥാനത്ത് പരിചയപ്പെടുത്തിക്കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവന്ന എല്ലാ പരിപാടികളും പങ്കെടുപ്പിച്ച ആളാണ് TP ശ്രീനിവാസൻ. അദ്ദേഹം ഇപ്പോൾ ഈ ശശി തരൂർ 4ാം തവണ മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ, തിരൂരിന്റെ എതിർ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണ വാഹനത്തിൽ വരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ മഹേശ്വരൻ നായർ എന്ന മുൻ കൌൺസിലർ, വിശ്വസ്തനായ മഹേശ്വരൻ നായർ, മിനി തോമസ് തുടങ്ങിയവരും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രചരണ പ്രവർത്തനം പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസ് വിട്ട് വന്നവരെയും അതുപോലെ കാലങ്ങളായി BJPക്കൊപ്പം ഉള്ളവരെയും ഒക്കെ അനുഭവിക്കുന്ന വലിയൊരു റോഡ് ഷോയാണ് ഇപ്പോൾ കുടപ്പനക്കുന്ന് കളക്ടറേറ്റിന് മുന്നിലേക്ക് എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പര്യടനം, ഈ വാഹന പര്യടനം എത്തുന്നത്, റോഡ് ഷോ എത്തുന്നത്. അല്പസമയത്തിന് അദ്ദേഹം ഇതിനുള്ളിലേക്ക്, കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കും. അവിടെ ഈ രീതിയിലുള്ള പ്രകടനങ്ങൾക്കോ അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾക്കും അനുമതിയില്ല. ഏതായാലും വലിയ ആവേശം വിതറിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയോട് കൂടിയാണ് BJPയുടെ
സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലേക്ക് പോകുന്നത്. വഴിയോരങ്ങളിൽ കൃത്യമായ സ്വീകരണം എല്ലായിടത്തും പ്രവർത്തകർ അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് അതുപോലെ തന്നെ എസ് ജയശങ്കറിനും സ്വീകരണം നൽകുന്നുണ്ട്. വളരെ ആവേശകരമായ റോഡ് ഷോയാണ് ഒരു സമാപനത്തിന് നടക്കുന്നത്. ആവേശകരമായ